ഹലോ നമസ്കാരം. ഡേറ്റാബേസ് ടെക്നോളജീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മിനു ജെൻറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ SQLൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ക്ലാസ്സിലും SQLൻ്റെ കുറച്ച് കമാൻഡ്സ് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതിൻ്റെ തന്നെ ബാക്കിയായിട്ടുള്ള കുറച്ച് കമാൻഡ്സ് ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് ക്വറി ആയിട്ട് MySQL എന്ന പ്രോംപ്റ്റിന് നേരെ ഫസ്റ്റ് ക്വറി ആയിട്ട് ഞാൻ യൂസ് മൈ ഡേറ്റാബേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ മൈ ഡേറ്റാബേസ് ഞാൻ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസ് ആണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പം ഓരോ തവണയും നമുക്ക് ക്രിയേറ്റ് ഡേറ്റാബേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തവണ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാൽ പിന്നീട് നമുക്ക് അതിൽ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ യൂസ് മൈ ഡേറ്റാബേസ് ചെയ്താൽ മതി. ഇനി അതിൽ ഞാൻ പുതിയ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. സെയിൽസ് റെപ്പ് എന്ന പേരിലുള്ള ഒരു ടേബിൾ. അതിൽ നെയിം ഉണ്ട്, റെപ്പിൻ്റെ ഓഫീസിൻ്റെ നമ്പർ ഉണ്ട്, റെപ്പിൻ്റെ ക്വാട്ട, സെയിൽസ്. ഇപ്പോൾ സെയിൽസ് റെപ്പാണ്. സെയിൽസ് റെപ്പിന് ഇത്ര ക്വാട്ടയുണ്ട്, അയാൾ എത്ര സെയിൽസ് എടുത്തു, അതാണ് ക്വാട്ടയും സെയിൽസും കാണിക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും ടൈപ്പ് ഫ്ലോട്ടാണ്. റെപ്പ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. നെയിം ഒബ്വിയസ്ലി ഒരു ക്യാരക്ടറാണ്, ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് യൂസിങ് ദ ഇൻസേർട്ട് ഇൻ ടു ക്വറി. ഈ ക്വറി നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം, വാല്യൂസ്, പാരന്തസിസിനുള്ളിൽ എന്തൊക്കെ വാല്യൂസ് നമ്മൾ കൊടുക്കുന്നോ അതെല്ലാം കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് വാല്യൂ ആയിട്ട് ഞാൻ ഈ സെറ്റ് ഓഫ് വാല്യൂസ് കൊടുത്തു. അങ്ങനെ വാല്യൂസ് കൊടുത്തു വന്നു. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഒരു ഇൻസേർട്ട് ക്വറിയിൽ ഞാൻ പേരിൻ്റെ സ്ഥാനത്ത് ടോം സ്നൈഡർ കൊടുത്തു. ബാക്കി ഓഫീസും അയാളുടെ കോട്ടയും ഞാൻ നള്ളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നൾ എന്താണ് എന്ന് നമ്മൾ ഒരു ക്ലാസ്സിൽ കണ്ടിരുന്നു. വാട്ട് ഈസ് നൾ? നൾ ഒരു ഡേറ്റ ടൈപ്പ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ ഡേറ്റ. പക്ഷെ എന്താണ് ആ ഡേറ്റ സൂചിപ്പിക്കുന്നത്? എന്താണ്? ആബ്സെൻസ് ഓഫ് ഡേറ്റ, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പില്ലാത്ത, സംശയമുള്ള, അറിഞ്ഞുകൂടാത്ത ഡേറ്റയൊക്കെ നമ്മൾ നൾ ആയിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ആ ഡേറ്റ ചിലപ്പോൾ ബാധകമല്ലായിരിക്കാം ഇയാൾക്ക്. ചിലപ്പം ഇയാളുടെ ആ പർട്ടിക്കുലർ ഒരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടായിരിക്കാം. ചിലപ്പോൾ അയാൾക്കുണ്ടെങ്കിൽ പോലും നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരാം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്കത് നള്ളായിട്ട് കൊടുക്കാം. 0 എന്ന് പറയുന്നതും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. ആബ്സെൻസ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആബ്സെൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും നൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റോ ഞാൻ നള്ളായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ ഞാൻ കുറേ അധികം റോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്ക് ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണണം. എല്ലാ ആട്രിബ്യൂട്ട്സും വേണം, എല്ലാ റോസും വേണം. അപ്പം എല്ലാ റോസും വേണമെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും കൊടുക്കണ്ട. എല്ലാ ആട്രിബ്യൂട്ട്സും വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സ്റ്റാർ കൊടുക്കണം, അല്ലേ? സെലക്റ്റിന് ശേഷം, സെലക്ട് ഓപ്പറേഷനാണ് അവിടെ ചെയ്യേണ്ടത്. സെലക്റ്റിന് ശേഷം സ്റ്റാർ കൊടുത്താൽ, സ്റ്റാറിൻ്റെ മീനിങ് എന്താണ്? എല്ലാ ആട്രിബ്യൂട്ട്സും അതിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം സെയിൽസ് റെപ്പ് എന്ന് കൊടുത്തു. അപ്പോൾ സെയിൽസ് റെപ്പ് എന്നുള്ളതാണ് എൻ്റെ ടേബിളിൻ്റെ പേര്. അതിൽ നിന്നും എല്ലാം സെലക്ട് ചെയ്യുക എന്ന് കൊടുത്തപ്പോൾ എനിക്കൊരു ടേബിൾ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോളം ഉണ്ട്, റെപ്പ് ഓഫീസ് ഉണ്ട്, ക്വാട്ടയുണ്ട്, സെയിൽസ് ഉണ്ട്. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത ആട്രിബ്യൂട്ട് നെയിംസ് തന്നെയാണ് ഈ കോളത്തിൻ്റെ ഹെഡറായിട്ടും വന്നിരിക്കുന്നത്. ഇനി അതിനകത്തെ വാല്യൂസ് നമ്മൾ കൊടുത്ത അതേ വാല്യൂസ് തന്നെ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം, ടോം സ്നൈഡറിന് രണ്ടിടത്ത് നൾ വാല്യൂ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ള വാല്യൂസ് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നമുക്ക് മനസ്സിലായി. 10 റോസ് ഉണ്ട് ഈ പർട്ടിക്കുലർ ഒരു ഒരു ടേബിളിൽ. ഇനി നമുക്ക് ഇതിലെന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ നടത്തണം. ഫോർ എക്സാമ്പിൾ, ഒരു സെലക്ട് ഓപ്പറേഷൻ തന്നെ. എല്ലാ കോളവും എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചല്ലോ. സെലക്ട് സ്റ്റാർ എന്നുള്ളൊരു ഓപ്പറേഷൻ ചെയ്താൽ എല്ലാ കോളംസും നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി എനിക്ക് എല്ലാ കോളവും വേണ്ട, സെലക്റ്റഡ് ആയിട്ടുള്ള കോളംസ് മതി. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം?
വേർ ക്ലോസ് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാം, ഇന്നലെ നമ്മൾ കണ്ടത് തന്നെയാണ് എങ്കിലും ഈ ഒരു ടേബിളിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഈ പറയുന്ന സെയിൽസ് റെപ്പ് എന്ന് പറയുന്ന ഈ ടേബിളിലെ നെയിം, സെയിൽസ്, ക്വാട്ട ആ ഓർഡറിൽ തന്നെ കിട്ടണം. നെയിം, സെയിൽസ്, ക്വാട്ട ആ ഓർഡറിൽ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സെലക്ട് ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ കോളംസ് ആണ് വേണ്ടത്? നെയിം, സെയിൽസ്, ക്വാട്ട. എവിടെ നിന്നാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത്? ഫ്രം സെയിൽസ് റെപ്പ്. അപ്പോൾ ഫ്രം കഴിഞ്ഞ് നമ്മൾ ആ ടേബിളിൻ്റെ പേരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്താൽ നെയിമിലുള്ളത്, സെയിൽസിലുള്ളത്, ക്വാട്ടയിലുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കൊണ്ടോ നമ്മൾ സെലക്ട് ക്വറിയിൽ ആട്രിബ്യൂട്ട്സിൻ്റെ ഓർഡർ പറഞ്ഞു കൊടുത്ത അതേ ഓർഡറിൽ തന്നെ നമുക്ക് ആ ടേബിൾ ഡിസ്പ്ലേ ആയിട്ട് കിട്ടി. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ആട്രിബ്യൂട്ട്സിൽ ഒരു സെലക്ഷൻ നടത്തി. അതായത് ആക്ച്വലി ഇവിടെ നടന്നത് പ്രൊജക്റ്റ് ഓപ്പറേഷൻ ആണ് റിലേഷണൽ ഓൾജിബ്രയിൽ. നമ്മൾ റെപ്പ് ഓഫീസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. എനിക്ക് അപ്പോൾ റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടിയ ടേബിളിൽ എല്ലാ റോസും ഇൻക്ലൂഡഡ് ആയിരുന്നു. 10 ഡേറ്റയെ ഉണ്ടായിരുന്നുള്ളൂ, 10 റോയും അവിടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. എനിക്ക് 10 റോയും കിട്ടണ്ട. എന്തെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് എനിക്കിതിൽ ഒരു മാനിപ്പുലേഷൻ, ഒരു ഡാറ്റ സെലക്ഷൻ നടത്തണം. അപ്പം ഞാൻ എന്ത് ക്ലോസ് ഉപയോഗിക്കണം? വേർ ക്ലോസ് ഉപയോഗിക്കണം. അപ്പം ഈ ഒരു അതായത് നെയിം, സെയിൽസ്, ക്വാട്ട തന്നെ എടുക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നവരുടെ നെയിം, സെയിൽസ്, ക്വാട്ട എടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് കരുതുക. അപ്പോൾ എന്ത് ഞാൻ ചെയ്യണം? സെലക്ട് നെയിം, സെയിൽസ്, ക്വാട്ട ഫ്രം സെയിൽസ് റെപ്പ്. ഇനി ഇതിന് ശേഷമാണ് ഞാൻ കണ്ടീഷൻ കൊടുക്കേണ്ടത്. കണ്ടീഷൻ കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും വേർ എന്നൊരു കീവേഡ് ഞാൻ കൊടുക്കണം. വേർ നമ്മുടെ കണ്ടീഷൻ കൊടുക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കൊടുക്കുന്ന കീവേഡാണ് വേർ ക്ലോസ്. ഇപ്പം വേർ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഞാനിപ്പോൾ എന്താ നെയിം ഈക്വൽ ടു ബിൽ ആഡംസ് ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ബിൽ ആഡംസ് എന്ന് പേരുള്ള ആളുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും വരില്ല. നെയിം, സെയിൽസ്, ക്വാട്ട അത് മാത്രമായിട്ട് റിട്രീവ് ചെയ്തെടുക്കുന്നു. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത് നമുക്ക് കണ്ടാലറിയാം. ബിൽ ആഡംസ് എന്ന പേര് കിട്ടി, അയാളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിൽസ് കിട്ടി, അയാളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാട്ട കിട്ടി. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു വേർ കണ്ടീഷൻ വെച്ച് നമ്മളൊരു സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും സെലക്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വേറിനകത്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ നമുക്ക് പല ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് കൊടുക്കാം. നമുക്ക് അതാണ് നോക്കാനുള്ളത്. പല ടൈപ്സ് ഓഫ് കണ്ടീഷൻസ് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ജസ്റ്റ് തൊട്ട് മുകളിൽ കൊടുത്തിരുന്ന ആ സെലക്ട് ക്ലോസിൽ സെലക്ട് ക്വറിയിൽ നമ്മൾ കൊടുത്തത് വേറിന് ഒരു ഇക്വാളിറ്റി കണ്ടീഷനാണ് ചെക്ക് ചെയ്യാൻ കൊടുത്തത്. നെയിം ബിൽ ആഡംസ് ആണോ എന്നുള്ളൊരു ഇക്വാളിറ്റി. ഇനി ചിലപ്പോൾ നമുക്ക് ഇക്വാളിറ്റി ആയിരിക്കണം, എപ്പോഴും ഇക്വാളിറ്റി ആയിരിക്കണം എന്നില്ല. എന്തെങ്കിലും ടൈപ്പ് ഓഫ് കമ്പാരിസൺ ആയിരിക്കും, ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ. ഇതൊക്കെയും SQL പോസിബിൾ ആണ്. അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പം തൽക്കാലം ഞാൻ നെയിം മാത്രം സെലക്ട് ചെയ്യുന്ന രീതിയിൽ എഴുതുകയാണ്. സെലക്ട് നെയിം ഒള്ളി. ഓക്കെ, നെയിം ഒള്ളി എന്നല്ല, സെലക്ട് നെയിം ഫ്രം സെയിൽസ് റെപ്പ്. ഇനി ഞാൻ കൊടുക്കുന്ന കണ്ടീഷന് കുറച്ച് വ്യത്യാസമുണ്ട്. എനിക്ക് അയാളുടെ ക്വാട്ടയെ ബേസ് ചെയ്തിട്ടുള്ള നെയിം മതി. അങ്ങനെ വരുമ്പോൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വേർ ക്വാട്ട ഗ്രേറ്റർ ദാൻ 300,000. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ വാല്യൂവിനേക്കാൾ വലിയ ഒരു ക്വാട്ട ഉള്ള സെയിൽസ് റെപ്പിൻ്റെ എല്ലാം പേരുകൾ മാത്രം ഡിസ്പ്ലേ ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ സെലക്ടിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് നെയിം എന്ന ആട്രിബ്യൂട്ട് മാത്രം ഡിസ്പ്ലേ ചെയ്യാനാണ്. സെയിൽസ് റെപ്പ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്യാനാണ് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ക്വാട്ട ഗ്രേറ്റർ ദാൻ 300,000 എന്നുള്ളതാണ്. ഇത് ഞാൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 3 പേരുകളാണ് വരുന്നത്. ആസ് യു ക്യാൻ സി,
ഈ ക്വാട്ട നമ്മൾ റെഫർ ചെയ്താൽ നമുക്കറിയാം ഒരാൾ 35,000 വരുന്നത് ബിൽ ആഡംസ് ആണ്. അപ്പോൾ 35,000 അല്ല, 350,000. അപ്പോൾ ആക്ച്വലി 3,50,000. പിന്നെ മേരി ജോൺസ് 3 lakh ആണ്. അപ്പോൾ അത് ഇൻക്ലൂഡഡ് ആവില്ല, ബിക്കോസ് നമ്മൾ കൊടുത്ത കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ മാത്രമാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ കൊടുത്തിട്ടില്ല. വീണ്ടും സ്യൂ സ്മിത്ത് വരും, പിന്നീട് നോക്കുകയാണെങ്കിൽ ലാരി ഫിച്ച് വരും. ഓക്കെ, ആ 3 പേരുകൾ തന്നെയാണ് നമുക്ക് റിസൾട്ടായിട്ട് റിട്രീവ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കമ്പാരിസൺ നടത്തുന്നത്. നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ഇപ്പോൾ ഗ്രേറ്റർ ദാൻ കൊടുക്കുന്നതിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു കൊടുത്തിരുന്നത് എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ ഇതിൽ കുറച്ച് വ്യത്യാസം വരും, കുറച്ച് അഡീഷണൽ പേരുകൾ കൂടി കയറി വരും. കാരണം 3 lakh അപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ആവും. ഈ കണ്ടീഷനിൽ 3 lakh വന്നാലും അല്ലെങ്കിൽ 3 lakhന് മേളിൽ വന്നാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ 6 പേരുണ്ട്, അവരുടെ പേരുകൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാം. ഇതാണ് കമ്പാരിസൺ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു കേസ്, ചിലപ്പോൾ നമുക്ക് ഒരൊറ്റ റോ മാത്രമായിട്ടൊക്കെ കിട്ടേണ്ടി വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ഇക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ലൈക്ക് ദിസ് നെയിം ഈക്വൽ ടു ബിൽ ആഡംസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരൊറ്റ ഒരു റോ മാത്രമായിട്ട് റിട്രീവ് ചെയ്തെടുക്കേണ്ടി വരുമ്പോഴൊക്കെയാണ്. ഇനി നമുക്ക് നോക്കാം. ഇനി മറ്റൊരു നൾ വാല്യൂ ഉള്ള ഒരു റോ ഉണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ. ടോം സ്നൈഡറിന്റെ നൾ വാല്യൂ ഉള്ളൊരു റോ ഉണ്ട്. അയാളുടെ റെപ്പ് ഓഫീസും നള്ളാണ്, കോട്ടയും നള്ളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നൾ വാല്യൂസിനെ ഈ സെലക്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നോക്കേണ്ടത് ഓരോ സെയിൽസ് റെപ്പിനും ഒരു കോട്ട കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ സെയിൽസ് നടത്തിയ അവരുടെ സെയിൽസ് റെപ്പുമാരുടെ പേര് നമുക്ക് പ്രിന്റ് ചെയ്യാൻ നോക്കാം. അതെങ്ങനെ നമുക്ക് ചെയ്യാം? സെലക്ട് നെയിം ഫ്രം സെയിൽസ് റെപ്പ്. ഇനിയാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത് വേർ. അപ്പം നമ്മുടെ ആവശ്യം എന്താണ്? കോട്ടയേക്കാൾ വലിയ സെയിൽസ് കിട്ടണം. അപ്പം വേർ സെയിൽസ് ഗ്രേറ്റർ ദാൻ കോട്ട. ഇങ്ങനെയുള്ളവരുടെ നെയിം മാത്രം പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്കൊരു 7 റോ ഓഫ് ഡേറ്റ കിട്ടി. ഈ പറയുന്ന 7 പേരും അവരുടെ കോട്ട റീച്ച് ചെയ്തവരാണ്, അല്ലെങ്കിൽ കോട്ട കവർ ചെയ്തവരാണ്. ഇനി കോട്ട കവർ ചെയ്യാതെ കിടക്കുന്ന ആൾക്കാരുണ്ടോ? അതിനെങ്ങനെ നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്? അവരുടെ സെയിൽസ് അപ്പോൾ കോട്ടയെക്കാളും കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം എക്സാക്ട് മാച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അങ്ങനെ വരുമ്പോൾ ഈ കണ്ടീഷൻ ഒന്ന് മാറ്റിയിട്ടാൽ മതി അല്ലേ? സെയിൽസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്താൽ അതും ശരിയാവും. അപ്പം കോട്ട വരെ എത്തിപ്പിടിക്കാൻ പറ്റാതെ സെയിൽസ് നടത്തിയ എത്ര പേരുണ്ട്? 2 പേരേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സെയിൽസ് കൂടുതൽ കിട്ടിയ 7 പേരുണ്ട്, സെയിൽസ് കുറവ് കിട്ടിയ 2 പേരേ ഉള്ളൂ. അപ്പം മൊത്തം 7ഉം 2ഉം 9 റോ മാത്രമാണ് നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടിയത്. പക്ഷേ സെയിൽസ് റെപ്പ് എന്ന ടേബിളിൽ 10 റോ ഉണ്ട് അല്ലേ? നമുക്ക് മേളിലേക്ക് പോയി നോക്കാം. യെസ്, സെലക്ട് സ്റ്റാർ ഫ്രം സെയിൽസ് റെപ്പ് എന്ന് നമ്മൾ കൊടുത്തപ്പം അവിടെ 10 റോ ഉണ്ടായിരുന്നു. നമ്മൾ സെയിൽസ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോട്ട എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു ചെക്ക് ചെയ്തത്. ഇവിടെ എന്ത് സംഭവിച്ചു? ടോം സ്നൈഡറിന്റെ ഈ പർട്ടിക്കുലർ റോ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. വൈ? ബിക്കോസ് നൾ വാല്യൂ വരുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പം ചെക്ക് ചെയ്യാൻ ശ്രമിച്ചത് കോട്ടയിൽ ടോം സ്നൈഡറിന് നൾ വാല്യൂ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നള്ള് വെച്ചിട്ടുള്ളൊരു അല്ലെങ്കിൽ സെലക്ട് ക്ലോസുകളിൽ നമ്മൾ നൾ വാല്യൂസിനെ കൺസിഡർ ചെയ്യാറില്ല. നമുക്ക് നൾ റിസൾട്ട് കിട്ടാൻ പാടില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഓപ്പറേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നൾ വന്നതുകൊണ്ട് തന്നെ ടോം സ്നൈഡറിനെ നമ്മൾ കൺസിഡർ ചെയ്തില്ല അങ്ങനെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമുക്ക് നൾ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ നൾ ലെസ് ദാൻ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ടോം സ്നൈഡറിൻ്റെ ആ പർട്ടിക്കുലർ ഒരു ട്യൂപ്പിൾ നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ടാണ് സെലക്ട് ഓപ്പറേഷൻ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 ഓപ്പറേഷൻസ് ചെയ്തപ്പോഴും നമുക്ക് 7ഉം 2ഉം 9 റോസ് മാത്രമായിട്ട് റിട്രീവ് ചെയ്ത് കിട്ടിയത്. ഓക്കെ, അപ്പം നൾ വാല്യൂസിനെ ഡിസ്കാർഡ് ചെയ്യും സെലക്ട് ഓപ്പറേഷൻ. ഫൈൻ. ഇതാണ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കണ്ടീഷൻ തന്നെ അല്ലെങ്കിൽ ഈ സെലക്ട് ഓപ്പറേഷനകത്ത് കൊടുക്കാൻ പറ്റിയ മറ്റൊരു ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഇങ്ങനെ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നുള്ള ഒരു റിലേഷണൽ ഓപ്പറേഷൻ പറഞ്ഞു കൊടുക്കാതെ
നമുക്കൊരു റേഞ്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ബിറ്റ്വീൻ എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് സെയിൽസ് റെപ്പ് എന്ന് പറഞ്ഞ ടേബിളിലെ ഓരോ സെയിൽസിനും ഒരു കോട്ടയുണ്ടല്ലോ, ആ കോട്ട 80% അല്ലെങ്കിൽ 80%നും 120%നും ഇടയിൽ നിൽക്കുന്നവരുണ്ടോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വറിയാണ്. അവരുടെ പേര് മാത്രം എടുക്കുക. സെലക്ട് നെയിം ഫ്രം സെയിൽസ് റെപ്പ്. ഇനിയാണ് കണ്ടീഷൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. വേർ, അപ്പം ഞാൻ പറയുന്നത് എന്താണ്, അവരുടെ അവരുടെ കോട്ടയല്ല, അവരുടെ സെയിൽസ് കോട്ടയുടെ 80%നും 120%നും ഇടയിൽ നിൽക്കണം എന്നാണ് എൻ്റെ കണ്ടീഷൻ. അപ്പം സെയിൽസ് ബിറ്റ്വീൻ ഒരു കീവേഡാണ്. ഇനി ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് 80% എന്ന് പറയുന്നത് 0.8 ആണ് അല്ലേ. 0.8 ഇൻറ്റു കോട്ട. ഇങ്ങനെയുള്ളൊരു ഓപ്പറേഷൻ നമ്മുടെ SQLൽ പോസിബിൾ ആണ്. അടുത്ത ലൈനിലേക്ക് ഞാൻ എഴുതുകയാണ്. ആൻഡ് 1.2 ഇൻറ്റു കോട്ട. ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ സെലക്ട് നെയിം ഫ്രം സെയിൽസ് റെപ്പ്, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സെയിൽസ് റെപ്പ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് നെയിം സെലക്ട് ചെയ്യുക. ഇനി പറയുന്ന ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് വേർ സെയിൽസ് ബിറ്റ്വീൻ 0.8 ടൈംസ് ക്വാട്ട ആൻഡ് 1.2 ടൈംസ് ക്വാട്ട. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂവിന് നമ്മളൊരു റേഞ്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ? ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിച്ചുകൊണ്ട്. ബിറ്റ്വീൻ ഒരു കീവേഡാണ്. അപ്പോൾ ബിറ്റ്വീൻ എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ദാറ്റ് സെയിൽസ് ക്യാൻ ടേക്ക്, അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആ റേഞ്ച് പറഞ്ഞു കൊടുത്തത് കോട്ടയുടെ 80%നും കോട്ടയുടെ 120%നും ഇടയിൽ നിൽക്കുന്നവരുന്ന. അത് നമുക്ക് എങ്ങനെ പറയാം? 80% എന്ന് പറയുന്നത് 0.8 ഇൻറ്റു കോട്ടയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ നമുക്ക് ഒരു ക്വറിയുടെ ഇടയിൽ ചെയ്യാം. നമ്മളത് റിലേഷണൽ ഓൾജിബ്രയിലും പഠിച്ചതാണ്. ആൻഡ് അപ്പം 80% എന്ന് മനസ്സിലായി. ഇനി ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ടല്ലോ, ഒരു അപ്പർ ലിമിറ്റ് ഒരു ലോവർ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ലോവർ ലിമിറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തു, ഇനി അപ്പർ ലിമിറ്റും കൂടി വേണം. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആൻഡ് ഇട്ട് ഈ ഒരു രണ്ട് കണ്ടീഷൻസ് നമ്മൾ കമ്പൈൻ ചെയ്തത്. അപ്പം ഇതാണ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു സിൻടാക്സ്. സെലക്ട് ആട്രിബ്യൂട്ട്സ് ഫ്രം ടേബിൾ നെയിം വേർ ആട്രിബ്യൂട്ട് വാല്യൂ ബിറ്റ്വീൻ കണ്ടീഷൻ ആൻഡ് കണ്ടീഷൻ, അതാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വറി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 5 റോസ് റിട്ടേൺ ചെയ്ത് കിട്ടി. അതായത് ഈ പറയുന്ന ആൾക്കാർ ബിൽ ആഡംസ്, സാം ക്ലാർക്ക്, ഡാൻ റോബർട്ട്സ്, ലാറി ഫിച്ച്, പോൾ ക്രൂസ്, ഇവർ 5 പേരുടെയും സെയിൽസ് അവരുടെ കോട്ടയുടെ 80%നും 120%നും ഇടയിലുള്ളവരാണ്. ഇനി ഇതല്ല, എനിക്ക് 80%നും 120%നും ഇടയിലുള്ളവരല്ലാത്തത് വേണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്നലെ ആൻഡ് ഓർ നോട്ട് ഓപ്പറേഷൻ്റെ യൂസേജും പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോട്ട് ജസ്റ്റ് ഈ ഒരു ക്വറിയിൽ കയറ്റിയാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള ക്വറിയുടെ റിസൾട്ട് വരും. ശരിയല്ലേ? ഈ ക്വറി എന്തിനായിരുന്നു ഉപയോഗിച്ചത്? 80%നും 120%നും ഇടയിൽ 120% ഓഫ് കോട്ടയുടെ ഇടയിൽ സെയിൽസ് വരുന്നവരെ പ്രിന്റ് ചെയ്യാനായിരുന്നു. ഇനി 80ക്കും 120ക്കും ഇടയിലുള്ളവരല്ലാത്തവരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നോട്ട് ബിറ്റ്വീൻ ഉപയോഗിച്ചാൽ മതി. ശരിയാണ്, നോട്ട് ബിറ്റ്വീൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ നേരത്തെ ചെയ്ത ക്വറി തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുകയാണ്. നോട്ട് ബിറ്റ്വീൻ, ഇതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വറി ഒന്ന് അനലൈസ് ചെയ്യാം. സെലക്ട് നെയിം ഫ്രം സെയിൽസ് റെപ്പ് വേർ സെയിൽസ് നോട്ട് ബിറ്റ്വീൻ 0.8 ടൈംസ് ക്വാട്ട ആൻഡ് 1.2 ടൈംസ് ക്വാട്ട. അപ്പോൾ ഇത് വളരെ ഇംഗ്ലീഷുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ക്വറിയാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ക്വറി എന്താണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. 4 റോസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. ഇതിനർത്ഥം എന്താണ്? ഈ 4 പേരും അവരുടെ സെയിൽസ് എന്ന് പറയുന്നത് കോട്ടയുടെ 80%നും 120%നും ഇടയിലുള്ളവരല്ല. മേ ബി 80% ലെസ് ആവാം, അല്ലെങ്കിൽ 120%ലും ഗ്രേറ്റർ ആവാം.
അങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇതാണ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു ക്ലോസിന്റെ യൂസേജ്. നമുക്ക് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിറ്റ്വീൻ ഇടുന്നത്. ഇനി ബിറ്റ്വീൻ എന്ന് പറയുന്നത് നമുക്ക് റിലേഷണൽ ഓപ്പറേഷൻ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. എ ബിറ്റ്വീൻ ബി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ ബിയുടെയും സിയുടെയും ഇടയിലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ സെയിൽസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.8 ടൈംസ് ക്വാട്ട ആൻഡ് സെയിൽസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.2 ടൈംസ് ക്വാട്ട. ഇപ്പോൾ അത്രയും വലുതായിട്ട് നമ്മൾ എഴുതുന്നതിന് പകരം ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരൊറ്റ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഈസിനെസ് ഉണ്ട്. അതാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ അപ്പം ബിറ്റ്വീൻ എന്ന് പറഞ്ഞ കമാൻഡിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ക്ലോസിൻ്റെ യൂസേജ് മനസ്സിലായെന്ന് കരുതുകയാണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് മെമ്പർഷിപ്പിനെയാണ്. ഓക്കെ, മെമ്പർഷിപ്പ് ചെക്കിങ്. നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി ഒന്നുകൂടി സെയിൽസ് റെപ്പ് എന്ന് പറയുന്ന ടേബിളിലുള്ള എല്ലാ ആൾക്കാരെയും ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം സെയിൽസ് റെപ്പ്. അപ്പം നമുക്ക് സെയിൽസ് റെപ്പ് ടേബിളിലുള്ള 10 റോയും അവരുടെ എല്ലാ ആട്രിബ്യൂട്ട്സിൻ്റെയും ഡീറ്റെയിൽസോടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി, ഡിസ്പ്ലേ ചെയ്ത് കിട്ടി. ഇനി മെമ്പർഷിപ്പ് ടെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഒരു എക്സാമ്പിൾ വഴി നമുക്ക് പറയാം. ഞാനിപ്പോൾ ഒരു ക്വറി എഴുതാൻ പോവുകയാണ്. ഈ സെയിൽസ് റെപ്പ് എന്ന് പറഞ്ഞ ടേബിളിലെ ചില ഉദ്യോഗസ്ഥർ സെയിൽസ് റെപ്പന്മാരുടെ പേര് എനിക്ക് റിട്രീവ് ചെയ്യണം. പക്ഷെ കണ്ടീഷൻ ഇതാണ്, അവരുടെ ഓഫീസിൻ്റെ ID ഒന്നെങ്കിൽ 11 അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 22 ആയിരിക്കണം. 11, 13 or 22. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു ക്വറി ആയിട്ട് ചെയ്യാം അല്ലേ? സെലക്ട് നെയിം ഫ്രം സെയിൽസ് റെപ്പ് വേർ rep office equal to 11 or rep office equal to 13 or rep office equal to 22. പക്ഷെ ഇതപ്പം 3 ഓർ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ക്വറി ആയിട്ടായിരിക്കും അവിടെ വരുന്നത്. അത് നമുക്കൊന്ന് ചെറുതാക്കാൻ പറ്റും. അതായത് റെപ്പ് ഓഫീസിന് എടുക്കാവുന്ന വാല്യൂസ്, റെപ്പ് ഓഫീസ് മാച്ച് ആവേണ്ട വാല്യൂസ് 11, 13, 22 നമുക്കറിയാം. അപ്പോൾ റെപ്പ് ഓഫീസ് ഈ പറയുന്ന ഒരു ലിസ്റ്റിലെ മെമ്പർ ആണെങ്കിൽ അവിടെ മാച്ച് ആവുന്നു. അതാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ അപ്പോൾ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എനിക്ക് നെയിം ആണ് സെലക്ട് ചെയ്യേണ്ടത്. അത് പറഞ്ഞു കൊടുക്കുക. സെലക്ട് നെയിം ഫ്രം സെയിൽസ് റെപ്പ്. ഇനിയാണ് കണ്ടീഷൻ കൊടുക്കുന്നത്, വേർ റെപ്പ് ഓഫീസ് ഇൻ. ഇനി നമ്മളൊരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് പറഞ്ഞു കൊടുക്കുകയാണ്. 11, 13, 22. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇൻ എന്ന് പറയുന്നതാണ് മെമ്പർഷിപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീവേഡ്. ഇൻ എന്ന് കൊടുത്താൽ റെപ്പ് ഓഫീസ് ഇൻ 11, 13, 22 എന്ന് പറഞ്ഞാൽ റെപ്പ് ഓഫീസിന് വാല്യൂസ് 11 ആണെങ്കിൽ അല്ലെങ്കിൽ 13 ആണെങ്കിൽ അല്ലെങ്കിൽ 22 ആണെങ്കിൽ ഈ വേർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്നാണ് അർത്ഥം. അവിടെ ട്രൂ ആകും, കണ്ടീഷൻ ട്രൂ ആകും. ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്താൽ അപ്പം മേളിലുള്ള ആ ഒരു ടേബിളുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കേ. ബിൽ ആഡംസിൻ്റെ റെപ്പ് ഓഫീസ് 13 ആണ്, മേരി ജോൺസിൻ്റെ റെപ്പ് ഓഫീസ് 11 ആണ്, സാം ക്ലാർക്കിൻ്റെ റെപ്പ് ഓഫീസ് 11 ആണ്, ഇനി നാൻസി ആഞ്ചലിയുടെ റെപ്പ് ഓഫീസ് 22 ആണ്. അപ്പം ഈ പറഞ്ഞു കൊടുത്തിരുന്ന ആ ലിസ്റ്റിലുള്ള റെപ്പ് ഓഫീസ് ഉള്ളവരുടെ പേരാണ് നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടിയത്. ഈ സെയിം ക്വറി തന്നെ നമുക്ക് ഓർ ഓപ്പറേഷനും റിലേഷണൽ ഓപ്പറേഷനും വെച്ച്, ഓറും ലെസ് ദാനോ അല്ലെങ്കിൽ ഗ്രേറ്റർ ഈക്വൽ ടു ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ദാറ്റ് ക്വറി വിൽ ബി വെരി 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 ലെങ്തി. അപ്പം ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ എന്ന് പറഞ്ഞ ഒരു മെമ്പർഷിപ്പ് ടെസ്റ്റിങ്ങിനുള്ള കമാൻഡ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് മെമ്പർഷിപ്പ് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന് എടുക്കാവുന്ന ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആ ലിസ്റ്റിലുള്ളവർ ഉള്ള ഏതെങ്കിലും ഒരാൾ മാച്ച് ആയിട്ട് വന്നാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇന്ന് പഠിച്ച ഈ ഒരു സെഷനിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് കരുതുകയാണ്. നമുക്ക് തൽക്കാലത്തേക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.